അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാബൂദന കിച്ചടിയാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. സാബൂദന എന്ന് പറഞ്ഞാൽ ചവ്വരി. ചവ്വരിയും വറുത്ത കടലയുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. വറുത്ത കടല എന്ന് പറഞ്ഞാൽ നിലക്കടല, കപ്പലണ്ടി എന്നൊക്കെ പറയാറില്ലേ, അതാണ് കേട്ടോ. ഓക്കെ, സാബൂദന കിച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ഗ്ലാസ് സാബൂദന ഞാൻ രാത്രി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിന്നെ നമ്മളിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. 4 ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത്, മല്ലിച്ചപ്പ് ചെറുതായി മുറിച്ചത്, കറിവേപ്പില ചെറുതായി മുറിച്ചത്, വറുത്ത നിലക്കടല ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, ഉപ്പ്, ചെറിയ ജീരകം 2 ടേബിൾ സ്പൂണ്, ഒരു പുളിനാരങ്ങയുടെ പകുതി മതി കേട്ടോ, ഓയിൽ, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾ പൊടി ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഇടാനും മറ്റേ ടീസ്പൂണ് സാബൂദനയിൽ ഇടാനും വേണം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി ഒരു വലിയ പാൻ എടുത്തിട്ട് അതിനകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ജീരകം ഇട്ട് പൊട്ടിക്കുക. ജീരകം ഒരു ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ഇളക്കണം. ഇനി മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കണം. സിമ്മിൽ വെച്ച് വേണം ഉരുളക്കിഴങ്ങ് വേവിക്കാൻ. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ക്രഷ് ചെയ്ത് വെച്ച നിലക്കടല ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി സാബൂദന ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി സിമ്മിൽ വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. മൂടി വെച്ച് വേവിക്കണം. മുടി തുറന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക.
ഇനി ഒരു 2 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കാം. ഇനി മൂടി തുറന്നൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പകുതി പുളിനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് ഇട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സാബൂദന കിച്ചടി റെഡിയായി. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.